കാട് സമാധാനപരമായിരുന്നു. സ്വർണ്ണ സൂര്യൻ മരങ്ങൾക്കിടയിലൂടെ ഉറ്റുനോക്കി, പക്ഷികൾ സന്തോഷത്തോടെ കുലുങ്ങി, സൗമ്യമായ കാറ്റ് ഇലകളെ നൃത്തം ചെയ്തു. എല്ലാം തികഞ്ഞതായിരുന്നു അതുവരെ. ആഹാ ആഹാ! ഉച്ചത്തിലുള്ളതും നാടകീയവുമായ ഒരു നിലവിളി നിശബ്ദയെ തകർത്തു. ഒരു ചെറിയ തടി കുടിലിന് സമീപം വലിയ, സൗഹൃദമുള്ള ആനയായ തുമ്പോ തന്റെ തുമ്പിക്കൈ വായുവിൽ തണുപ്പിച്ചുകൊണ്ട് നിന്നു. അയാളുടെ വിശാലമായ കണ്ണുകൾ ഒരു ഒഴിഞ്ഞ പ്ലേറ്റിലേക്ക് നോക്കി. എന്റെ കുക്കികൾ! അവർ പോയി! അവൻ കരഞ്ഞു. മിനി, സ്മാർട്ട് ചെറിയ മുയൽ, അവളുടെ ചെറിയ കണ്ണട ക്രമീകരിച്ചുകൊണ്ട് മുകളിലേക്ക് ചാടി. തുമ്പോ, എന്താ ഈ ശബ്ദമെല്ലാം? മുഴുവൻ കാട്ടിനും നിങ്ങളെ കേൾക്കാം. തുമ്പോ പ്ലേറ്റിലേക്ക് വിരൽ ചൂണ്ടി. മിനി, ഞാൻ ഇന്നലെ രാത്രി ഏറ്റവും രുചികരമായ പീനട്ട് ബട്ടർ കുക്കികൾ ചുട്ടു. ഞാൻ അവരെക്കുറിച്ച് സ്വപ്നം കാണുകയായിരുന്നു. ഞാൻ ഉണർന്നു, ഞാൻ പുറത്തു വന്നു, പിന്നെ പുഫ് പോയി. ആരോ അവരെ മോഷ്ടിച്ചു. മിനിയുടെ മൂക്ക് വിറച്ചു. ഒരു രഹസ്യം? ഓ, എനിക്ക് നിഗൂഢതകൾ ഇഷ്ടമാണ്. അപ്പോഴാണ് റിക്കോ എന്ന ദുഷ്ടനായ കുരങ്ങൻ ഒരു വാഴപ്പഴം പിടിച്ച മരത്തിൽ നിന്ന് താഴേക്ക് ചാടിയത്. എന്താ ഈ അലർച്ച? എന്റെ കുക്കികൾ! തുമ്പോ നെടുവീർപ്പിട്ടു. അവർ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. റിക്കോ തന്റെ വാഴപ്പഴം ഉച്ചത്തിൽ കടിച്ചു. ഇട്ടി. ആരാണ് നിങ്ങളുടെ കുക്കികൾ മോഷ്ടിക്കുക? നിങ്ങൾ ഒരു ദിവസം 100 ഭക്ഷണം കഴിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. മിനിയുടെ ചെവികൾ വിറച്ചു. കാത്തിരിക്കൂ, നോക്കൂ. അവൾ നിലത്തേക്ക് വിരൽ ചൂണ്ടി. ചെറിയ നുറുക്കുകൾ കാട്ടിലേക്ക് നയിച്ചു. തുമ്പോയുടെ തുമ്പിക്കൈ ആവേശത്തോടെ വിറച്ചു. എന്റെ കുക്കികൾ മോഷ്ടിച്ചവർ ഒരു പാത വിട്ടു. മിനി പുഞ്ചിരിച്ചു. പിന്നെ നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? നമുക്ക് കള്ളനെ പിടിക്കാം. അതുപോലെ ഗ്രേറ്റ് ജംഗിൾ കുക്കി ഹണ്ട് ആരംഭിച്ചു. 3 സുഹൃത്തുക്കളും കാട്ടിലൂടെയുള്ള പാത പിന്തുടർന്നു. തുമ്പോ പിന്നിൽ തൂങ്ങിക്കിടന്നു, അവന്റെ വലിയ കാലുകൾ നിലം കുലുക്കുന്നു. റിക്കോ മുന്തിരിവള്ളിയിൽ നിന്ന് മുന്തിരിവള്ളിയിലേക്ക് നീങ്ങുമ്പോൾ മിനി അതിവേഗം മുന്നോട്ട് കുതിച്ചു. അവളുടെ ഡിറ്റക്റ്റീവ് മസ്തിഷ്കം പൂർണ്ണ വേഗതയിൽ പ്രവർത്തിക്കുന്നു. പെട്ടെന്ന് ഘോഷ്! ഒരു വാഴപ്പഴത്തിന്റെ തൊലി വായുവിലൂടെ പറന്നുയർന്ന തുമ്പോയുടെ നെറ്റിയിൽ തട്ടി. ഓ! തുമ്പോ പിറുപിറുത്തു. ആരാണ് കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന് നടുവിൽ വാഴപ്പഴത്തിന്റെ തൊലി എറിയുന്നത്? റിക്കോ പുഞ്ചിരിച്ചു. അയ്യോ, എന്റെ ചീത്ത! മിനി കണ്ണുകൾ ഉരുട്ടി. ഫോക്കസ്! ഞങ്ങൾ അടുത്താണ്. ഒരു ഭീമൻ പാറക്കെട്ടിൽ എത്തുന്നതുവരെ ഈ നുറുക്കുകൾ അവരെ കാട്ടിലേക്ക് കൂടുതൽ ആഴത്തിൽ കൊണ്ടുപോയി. പാത നിർത്തി. റിക്കോ തല കുലുക്കി. അവസാനമോ? മിനി പുഞ്ചിരിച്ചു. ഇല്ല, ഇല്ല. കള്ളൻ എവിടെയോ പോയിരിക്കണം. തുമ്പോ കാറ്റ് മണത്തു. അയാളുടെ തുമ്പിക്കൈ വിറച്ചു. അയാളുടെ ചെവികൾ കുലുങ്ങി. പിന്നെ പെട്ടെന്ന് ചോക്ലേറ്റ്! എനിക്ക് ചോക്ലേറ്റ് മണക്കുന്നു. മിനി നെടുവീർപ്പിട്ടു. അതിനർത്ഥം കുക്കികൾ അടുത്താണ്. റിക്കോ നിലവിളിച്ചു. എന്നാൽ അവർ നീങ്ങുന്നതിനു മുമ്പ് റൂബിൾ! നിലം കുലുങ്ങി. ഭീമൻ പാറ അനങ്ങാൻ തുടങ്ങി. തുമ്പോയുടെ കണ്ണുകൾ വിടർന്നു. അയ്യോ മക്കളെ! അത് ഞാൻ മാത്രമാണോ അതോ ആ പാറ? പാറ തിരിഞ്ഞു. അതൊരു പാറയായിരുന്നില്ല, അത് ഗ്രംബിൾസ് എന്ന ഭീമൻ ആമയായിരുന്നു. അവന്റെ ഷെല്ലിൽ കുക്കികളുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. തുമ്പോ നെടുവീർപ്പിട്ടു. എന്റെ കുക്കികൾ! മന്ദഹാസങ്ങൾ പതുക്കെ മിന്നിമറഞ്ഞു. ഓ ഓ, ഇവ നിങ്ങളുടേതാണോ? റിക്കോ കൈകൾ ഉയർത്തി. കാട്ടിൽ മറ്റാരെങ്കിലും പീനട്ട് ബട്ടർ കുക്കികൾ ഉണ്ടാക്കുന്നുണ്ടോ? പുഞ്ചിരികൾ പതുക്കെ പുളഞ്ഞു. അവ വെറും സൗജന്യ കുക്കികളാണെന്ന് ഞാൻ കരുതി. മിനി കൈകൾ നീട്ടി. ഒരു നിമിഷം നിൽക്കൂ, മുഷിഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവ ലഭിച്ചത്? പുഞ്ചിരികൾ വീണ്ടും മിന്നിമറഞ്ഞു. ഓ, ഞാൻ അവരെ മോഷ്ടിച്ചിട്ടില്ല. ഫ്ലഫി ചെയ്തു. തുമ്പോയുടെ ചെവികൾ വിറച്ചു. ആരാണ് ഫ്ലഫി? അപ്പോൾ തന്നെ റൂസ്റ്റൽ! ഒരു മുൾപടർപ്പിന്റെ പിന്നിൽ നിന്ന് ഒരു ചെറുതും മിനുസമാർന്നതുമായ വെളുത്ത അണ്ണാൻ പുറത്തേക്ക് വന്നു. അതിന്റെ കവിളിൽ കുക്കികൾ നിറഞ്ഞിരുന്നു. തുമ്പോയുടെ താടിയല്ല് വീണു. നിങ്ങളോ? ഒരു ചെറിയ അണ്ണാൻ എന്റെ കുക്കികൾ മോഷ്ടിച്ചു? ഫ്ലഫിയുടെ കണ്ണുകൾ ഇടത്തോട്ടും വലത്തോട്ടും കറങ്ങി. അപ്പോൾ പുള്ളിപ്പുലി ഓടിപ്പോയി. അയ്യോ വേണ്ട, വേണ്ട! റിക്കോ അവനെ പിന്തുടർന്ന് നിലവിളിച്ചു. മരങ്ങൾക്കിടയിലൂടെ വേഗത്തിൽ ചാടിക്കയറുക, മരക്കൊമ്പുകൾക്ക് മുകളിലൂടെ ചാടുക, ചെറിയ ഇടങ്ങളിലൂടെ ഞെക്കുക. റിക്കോ ഒരു മുന്തിരിവള്ളിയിൽ നിന്ന് സ്വിംഗ് ചെയ്തു, പൂർണ്ണമായും നഷ്ടപ്പെട്ടു, ഒരു ചെളിക്കുഴിയിൽ വീണു. തുമ്പോ ഓടിയെങ്കിലും 2 സെക്കൻഡിനുള്ളിൽ തളർന്നു. വളരെ ധാരാളം കുക്കികൾ! അയാൾ അലറി. മിനി എന്നിരുന്നാലും തയ്യാറായിരുന്നു. അവൾ മുന്തിരിവള്ളികൾ കൊണ്ട് നിർമ്മിച്ച ഒരു വല പുറത്തെടുത്ത് എറിഞ്ഞു. സോഷ്! ഫ്ലഫി പിടിക്കപ്പെട്ടു. ഫ്ലഫി വിറച്ചു. ഞാൻ പോകട്ടെ, എന്നെ വിട്ടേക്കൂ. തുമ്പോ അയാളുടെ കൈകൾ മുറിച്ചുകടന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ കുക്കികൾ മോഷ്ടിച്ചതെന്ന് വിശദീകരിക്കുന്നതുവരെ നെടുവീർപ്പോടെ നെടുവീർപ്പിട്ടു. കൊള്ളാം! എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കുക്കികളുടെ മണം വളരെ നല്ലതായിരുന്നു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ ഞാൻ ഒന്ന് കഴിച്ചു. എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. തുമ്പോ പുഞ്ചിരിച്ചു, പക്ഷേ പിന്നെ മിനിയെയും റിക്കോയെയും നോക്കി. മിനി നെടുവീർപ്പിട്ടു. നിങ്ങൾക്കറിയാമോ, മോഷ്ടിക്കുന്നത് ശരിയല്ല, പക്ഷേ എനിക്ക് മനസ്സിലായി. റിക്കോ തലയാട്ടി. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് കുക്കികൾ രുചികരമാണ്. തുമ്പോ തന്റെ താടിയിൽ തലോടി. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വെറുതെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പങ്കുവെക്കുമായിരുന്നു. ഫ്ലഫിയുടെ ചെവികൾ വിറച്ചു. ശരിക്കും? തുമ്പോ പുഞ്ചിരിച്ചു. തീർച്ചയായും. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുതൽ കുക്കികൾ ഉണ്ടാക്കാത്തത്? ഫ്ലഫിയുടെ കണ്ണുകൾ തിളങ്ങി. നിങ്ങൾ അത് ചെയ്യുമോ? മിനി പുഞ്ചിരിച്ചു.
ഒരു വ്യവസ്ഥയിൽ കൂടുതൽ മോഷ്ടിക്കരുത്. ഫ്ലഫി പെട്ടെന്ന് തലയാട്ടി. ഡീൽ. അന്ന് വൈകുന്നേരം കാട് മുഴുവൻ തുമ്പോയുടെ ഔട്ട്ഡോർ ഓവന് ചുറ്റുമൊത്തുകൂടി. ചോക്ലേറ്റ് ചിപ്പ്, നിലക്കടല വെണ്ണ, വാഴപ്പഴത്തിന്റെ രുചി, റിക്കോയുടെ ആശയം, ഫ്ലഫിക്കുള്ള അക്കോൺ ആകൃതിയിലുള്ളവ എന്നിവ പോലുള്ള കുക്കികളുടെ പർവ്വതങ്ങളുണ്ടായിരുന്നു. ഭീമൻ ആമയായ പിറുപിറുക്കലുകൾ കൃത്യമായി ഒരു കുക്കി കഴിച്ച് പറഞ്ഞു, മമ്മ. നീസ്. ഇപ്പോൾ നന്നായി പങ്കിട്ട കുക്കികൾ നിറഞ്ഞ ഫ്ലഫി പുഞ്ചിരിച്ചു. ഇവ ഒരുമിച്ച് കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ്. തുമ്പോ പുഞ്ചിരിച്ചു. അങ്ങനെയാണ് പറഞ്ഞത്. മിനി അവളുടെ കണ്ണട ക്രമീകരിച്ചു. മറ്റൊരു കേസ് പരിഹരിച്ചു. ഇപ്പോൾ നമുക്ക് കഴിയും. റൂസ്റ്റൽ. കുറ്റിക്കാടുകൾ കുലുങ്ങി. അകലെ ഒരു നിഴൽ നീങ്ങി. റിക്കോയുടെ കണ്ണുകൾ വിറച്ചു. ഒരു നിമിഷം നിൽക്കൂ. ആരാണ് എന്റെ ബനാന കേക്ക് കഴിക്കുന്നത്? തുമ്പോ നെടുവീർപ്പിട്ടു. വീണ്ടും വേണ്ട. അതുപോലെ തന്നെ. ഗ്രേറ്റ് ജംഗിൾ കേക്ക് മിസ്റ്ററി ആരംഭിച്ചു. അവസാനം.